ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം ഒറ്റ നോട്ടത്തിൽ. ഇയ്യോബിൻ്റെ പുസ്തകം മുഴുവൻ വായിച്ച നമുക്ക് ഒറ്റ നോട്ടത്തിൽ പുസ്തകം മുഴുവൻ മനസ്സിലാക്കുവാൻ ഈ സമ്മറി നമ്മെ സഹായിക്കും. ദയവായി പൂർണ്ണമായി കേട്ടാലും. ഇയ്യോബിൻ്റെ പുസ്തകം ബൈബിളിലെ ഏറ്റവും ആഴമുള്ള ചിന്തകളിൽ ഒന്നാണ്. നീതിമാന്മാർ എന്തുകൊണ്ട് കഷ്ടപ്പെടുന്നു എന്ന വലിയ ചോദ്യത്തോട് ഇത് നേരിട്ട് പ്രതികരിക്കുന്നു. ഈ പുസ്തകം അബ്രഹാമിൻ്റെ കാലഘട്ടത്തോട് സാമ്യമുള്ള ഒരു പശ്ചാത്തലത്തിലാണ് നടക്കുന്നത്. ഊഫ് ദേശത്ത് ജീവിച്ചിരുന്ന ഇയ്യോബ് നീതിമാനും ദൈവഭക്തനും സമ്പന്നനുമായിരുന്നു. ഈ പുസ്തകം ഇസ്രായേൽ ചരിത്രത്തേക്കാൾ മനുഷ്യജീവിതത്തിൻ്റെ സർവ്വസാധാരണ അനുഭവങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ പുസ്തകത്തിന് ഉൽപ്പത്തിയോടുള്ള ബന്ധം വളരെ പ്രധാനമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ പാപം ലോകത്തിലേക്ക് പ്രവേശിക്കുകയും കഷ്ടത ആരംഭിക്കുകയും ചെയ്യുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം ഈ സത്യത്തെ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുന്നു. ഇവിടെ സാത്താൻ ആരോപകനായി എത്തുന്നു. മനുഷ്യൻ്റെ വിശ്വാസം സത്യമായിട്ടുണ്ടോ എന്ന ചോദ്യം ചെയ്യുന്നു. അതുകൊണ്ട് ഇയ്യോബിൻ്റെ ജീവിതം ഒരു പരീക്ഷണമായി മാറുന്നു. കഥ ആരംഭിക്കുന്നത് വലിയ നഷ്ടങ്ങളോടെയാണ്. ഇയ്യോബ് തൻ്റെ സമ്പത്തും മക്കളും ആരോഗ്യവും എല്ലാം നഷ്ടപ്പെടുന്നു. എങ്കിലും ദൈവത്തെ ഉപേക്ഷിക്കുന്നില്ല. പിന്നീട് 3 മുതൽ 31 വരെയുള്ള അധ്യായങ്ങളിൽ ഇയ്യോബും സുഹൃത്തുക്കളും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളാണ്. സുഹൃത്തുക്കൾ ഇയ്യോബിൻ്റെ പാപമാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം എന്ന് പറയുന്നു. എന്നാൽ ഇയ്യോബ് തൻ്റെ നീതി നിലനിർത്തുകയും ദൈവത്തിൻ്റെ മൗനത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. 32 മുതൽ 37 വരെയുള്ള അധ്യായങ്ങളിൽ എലീഹു സംസാരിക്കുന്നു. അവൻ കഷ്ടതയെ ശിക്ഷയായി മാത്രമല്ല, തിരുത്തലിനായും രൂപപ്പെടുത്തലിനായും ആത്മീക വളർച്ചയ്ക്കായും കാണിക്കുന്നു. തുടർന്ന് 38 മുതൽ 41 വരെ ഉള്ള അധ്യായങ്ങളിൽ ദൈവം തന്നെ സംസാരിക്കുന്നു. ദൈവം കാരണം വിശദീകരിക്കുന്നില്ല, പക്ഷേ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. അതിൻ്റെ മുന്നിൽ ഇയ്യോബ് വിനയത്തോടെ പ്രതികരിക്കുന്നു. അവസാനത്തിൽ, അതായത് 42-ാമത്തെ അധ്യായത്തിൽ, ദൈവം ഇയ്യോബിൻ്റെ ജീവിതത്തെ പുനഃസ്ഥാപിക്കുന്നു. ആത്മീയമായി ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ മാർഗങ്ങൾ മനുഷ്യബുദ്ധിക്ക് അതീതമാണെന്നാണ്. നല്ലവർക്ക് നല്ലതും ദോഷികൾക്ക് ദോഷവും മാത്രം സംഭവിക്കും എന്ന ലളിതമായ ധാരണയെ ഇത് തകർക്കുന്നു. ദൈവം സർവാധികാരിയുമാണ്, ജ്ഞാനവാനാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം അനുഗ്രഹം തിരിച്ചു കിട്ടിയതല്ല, ദൈവത്തെ ആഴത്തിൽ അറിയുന്നതാണ്. കഷ്ടത എന്ന പോർക്കളത്തിൽ തോറ്റുപോകാത്ത പോരാളിയാണ് ഇയ്യോബ്. ഇന്നത്തെ ലോകത്തിൽ ഈ പുസ്തകത്തിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. കഷ്ടതകളും അനിശ്ചിതത്വവും നിറഞ്ഞ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. പലർക്കും എന്തുകൊണ്ട് എന്ന ചോദ്യമുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ഉത്തരങ്ങൾക്ക് പകരം ദൈവത്തിൽ വിശ്വാസം വയ്ക്കുക എന്നതാണ്. ദൈവബന്ധം ഇടപാടല്ല, വിശ്വാസമാണ്. മറ്റുള്ളവരുടെ കഷ്ടതയെ വിധിക്കാതെ സഹാനുഭൂതി കാണിക്കണം. അവസാനമായി ഇയ്യോബിൻ്റെ പുസ്തകം കഷ്ടതയെക്കുറിച്ചുള്ള ഒരു കഥ മാത്രമല്ല, അത് വിശ്വാസത്തെക്കുറിച്ചും വിനയത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചുമുള്ള ഒരു ആഴമുള്ള സന്ദേശമാണ്. ജീവിതം മനസ്സിലാകാത്തപ്പോൾ പോലും ദൈവത്തെ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രധാന പാഠം. ഇയ്യോബിൻ്റെ ജീവിതം നമുക്ക് ഒരു മാതൃക ആയിരിക്കട്ടെ. കഷ്ടതയുടെ നടുവിലെ വിമർശനത്തിലും പരിഹാസത്തിലും കുത്തുവാക്കുകളിലും തോറ്റും ക്ഷീണിച്ചും മടുത്തും പോകാതെ അചഞ്ചലമായ ദൈവഭക്തിയിലും വിശ്വാസത്തിലും നിലനിൽക്കുവാൻ പരമകാരുണ്യവാൻ നമ്മെ സഹായിക്കട്ടെ. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അതിന് ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ആമേൻ.